ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെ നിന്ന് മെടഞ്ഞ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടായാലും സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടായാലും അങ്ങനെ മെടയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പെട്ടെന്നൊരു എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ബാക്കിൽ കൊടുക്കാം. അപ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നതാണ് ഇപ്പോൾ ഇൻട്രോ പറയണത്. ഫസ്റ്റിൽ തന്നെ ഇൻട്രോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇൻട്രോ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഇവിടുന്ന് മെടയാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഓരോരോ പീസ് എടുത്ത് നമ്മളിത് കെട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗാണ് ഇപ്പോൾ പിന്നാലെ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഇവിടുന്ന് ഈ ഒരു കഷ്ണം കൂടി നമ്മൾ എടുക്കണം. എന്നിട്ട് ഇത് കൂടി നമ്മൾ കെട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പീസും ഈ രണ്ട് പീസും കൂടിയിട്ട് നമ്മളിതിങ്ങനെ കെട്ടും. ഈ ഒരു രീതിക്ക് എടുത്തിട്ട് നമ്മൾ ഇതിനിങ്ങനെ ടൈറ്റ് ആക്കാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇതിങ്ങനെ നമ്മൾ ഓരോരോ പീസ് അതിൽ ആഡ് ചെയ്ത് അങ്ങനെ ഈ പീസ് വന്നിട്ട് അങ്ങനെ കെട്ടുക കേട്ടോ. ചെട വരാത്ത രീതിയിൽ കെട്ടണം. ഇത്തിരി സമയം എടുത്ത് സാവകാശം വേണം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചെട വരുത്. കൈയൊക്കെ കടയും, അത് വേറെ കേസ്. അത് നമ്മളിങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ആയം പോലെ വരണം. ചെട പിടിക്കാണ്ട് ലോങ് ഹെയർ ഒക്കെ ആകുമ്പോൾ നന്നായി ചെട പിടിക്കും. അപ്പോൾ അങ്ങനെ കെട്ടിട്ട് വരിക. അപ്പോൾ കണ്ട ഈ ഒരു ഡിസൈനായിട്ട് കിട്ടും. കൈ അടച്ചു. കണ്ടാ, ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുക ഇവിടെ. നമ്മളങ്ങനെ അടുപ്പിച്ച് വെക്കണം. സെറ്റായി. എന്നിട്ട് അവിടെ നമ്മൾ പിന്ന് കുത്തിയിട്ട് സെക്യൂർ ആക്കണം. ഈ പീസ് എടുക്കാത്തത് എൻ്റെ മുടി അത്രയും തിന്നായ കാരണമാണ് ഈ ഒരു പീസ് എടുക്കാത്തത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിച്ചത് തോന്നും. ഞാൻ അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തിട്ടുള്ളത്. ഉള്ളുള്ള ഹെയറുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ എടുത്തോട്ടാ, പ്രശ്നമൊന്നുമില്ല. ഇത് കുറച്ചൊന്ന് വോളിയം തോന്നണ വിധത്തിൽ ഇങ്ങനെ വലിച്ച് വെക്കാം. ഈ ഒരു സൈഡ് നമുക്ക് 2 ഡോട്ട് മാത്രം, ഈ ഒരു 2 പീസ് മാത്രം എടുത്ത് കിട്ടിയാൽ മതി കേട്ടോ. മറ്റേതുപോലെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു സൈഡിൽ ഫുൾ ഹെയർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടാം. ഇങ്ങനെ നോട്ടിട്ട് പോയാൽ മതി. മറ്റോണം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കട്ടെ. ഈ ഒരു പോർഷൻ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ആ കെട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ കെട്ടിയിട്ട് പോവാം. ഞാൻ അധികം പോകുന്നില്ല, ഞാൻ ഇത്ര തന്നെ ആക്കി നിർത്താൻ പോവാം. അങ്ങനെ കെട്ടാക്കി ഇട്ട് കഴിയുമ്പോൾ ഒരു മെടഞ്ഞ് നമ്മളിവിടെ ക്ലിപ്പ് ചെയ്താൽ ഒരു സ്റ്റൈൽ വരും. ഞാൻ പിന്നെ ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ, കാരണം എനിക്കിത് ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെ ആ കെട്ടിട്ടിട്ട് ഇങ്ങനെ ഇവിടെ വരെ പോകണമെങ്കിൽ പോവാം. അപ്പോൾ ബാക്ക് ഭാഗം ഒന്ന് പിന്നെ ഒരു രീതിക്ക് വരും. അതല്ല ഈ ഒരു ഭാഗം ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടെ. എനിക്കിവിടെ അധികം ഉള്ളില്ലാത്തതാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ബാക്കി ഹെയർ ഫ്രീ ഹെയർ ആയിട്ട് ഇടേ, അല്ലെങ്കിൽ ബൺ സ്റ്റൈലാക്കി കിട്ടേ, അല്ലെങ്കിൽ മെടഞ്ഞിടുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ഇത്രേ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ചൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്യൂട്ടി ലുക്ക് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടത് എൻ്റെ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണ മുടിയായ കാരണം ഇങ്ങനെ വീണ് കിടക്കുന്നത്. ഇത്തിരി ഫ്രിസി ഹെയറിൻ്റെ ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആ ലൈനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. ഈ ഒരു പോർഷനും ഇതൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കൂട്ടാ. എൻ്റെ ഭയങ്കര കുഴഞ്ഞ് കിടക്കണ ഹെയർ, അതുകൊണ്ട് അത് കൃത്യമായിട്ട് വരില്ല. പക്ഷെ എന്നാൽ എനിക്ക് ഇഷ്ടമാണ്, കാരണം ഈ ഒരു വോളിയുമെങ്കിലും വന്നല്ലോ. ചെരിഞ്ഞ് ഇരിക്കുന്നുണ്ട് ക്യാമറത്തിൽ. അപ്പോൾ ഈ ഒരു വോളിയം വന്നാൽ എനിക്ക് ഇഷ്ടമായി ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്യുക ഓണത്തിന്.
കുറച്ച് സമയം എടുക്കെങ്കിലും നല്ല ഒരു വെറൈറ്റി ഹെയർ ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് മെടയാൻ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ മെടഞ്ഞ പോലെ തന്നെ തോന്നും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂ വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്ര തന്നെ ചെയ്യണുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ. ഇനി ഇതഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്ലൈഡ് നമ്മളിങ്ങനെ ഊരി കഴിഞ്ഞിട്ട് അടീനെ അയച്ചു പോകണം, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അയച്ചു പോകരുത്. കാരണം ഈ കെട്ടിട്ടല്ലേ നമ്മൾ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഈ അടിയിൽ നിന്ന് അയച്ചു പോകണം, ഇതുപോലെ അയച്ചു പോകണം. അല്ലെങ്കിൽ താഴത്ത് ഇങ്ങനെ കെട്ട് വരും. നമ്മൾ മേളിൽ നിന്ന് ഇവിടെ നിന്ന് അയച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വേഗം പോരും. കാരണം ഇത് ഭയങ്കര കുഴഞ്ഞെടുക്കണ ഹെയറിൻ്റെ, അതുകൊണ്ട് വേഗം പോരും. കണ്ട സുഖമായിട്ട് പോകുന്നു. അതുകൊണ്ട് ഇത് ഈ ഹെയർ സ്റ്റൈൽ കെട്ടിയാലും കെട്ടൊന്നും പിടിക്കുന്നില്ല, ഫ്രീ ആയിട്ട് തന്നെ കിടന്നു. കണ്ട ഇങ്ങനെ കെട്ടുന്നതിനെ നമ്മളിങ്ങനെ പുറത്തേക്കെടുത്ത് അത് വിടിയിപ്പിക്കുക. അപ്പോൾ കെട്ട് പോരാണ്ട് അതിങ്ങനെ വിട്ടുപോരും. യെസ്. അപ്പോൾ ഞാനിത് കെട്ടി തന്നിട്ടുണ്ട്, കെട്ടി കാണിച്ചിട്ടുണ്ട്, അയച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കെട്ടൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓണത്തിന് വന്നാൽ എനിക്ക് ഇഷ്ടമായി ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്യുക. ഓണത്തിന് കുറച്ച് സമയം എടുക്കെങ്കിലും നല്ല ഒരു വെറൈറ്റി ഹെയർ ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് മെടയാൻ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ മെടഞ്ഞ പോലെ തന്നെ തോന്നും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂ വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്ര തന്നെ ചെയ്യണുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.